പക്ഷേ അവിടുത്തെ സാഹചര്യം മോശമാണെന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി പിന്മാറിപ്പോയില്ല? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന് കാരണം. ഒരു ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു, പക്ഷെ അത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയി മാറിയതുകൊണ്ടാണ് അധികം സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ലാഗ് അടിപ്പിച്ച് കുളവാക്കുന്നില്ല. മുകേഷ് നായർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ബ്ലോഗർ, അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് അറിയോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചൊരു അലിഗേഷനാണ് ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു പോക്സോ കേസ് ഇദ്ദേഹത്തിന് നേരെ വന്നേക്കാണ്. ബ്ലോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് വകുപ്പ് വല്ലാണ്ട് ഗുരുതരമാണ്. ഒരുപാട് യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാർ ഇത്തരം കേസുകളിൽ പെട്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. മുകേഷ് നായർക്കെതിരെയും പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സുള്ള പെൺകുട്ടിയെ വെച്ചിട്ട് റീൽ ചിത്രീകരണം നടത്തി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഈ കേസ് എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് ഒരു ഇന്റേണൽ സ്റ്റണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകേഷും നായരും അതുപോലെ തന്നെ ട്രിവിയൻ ഫുഡി എന്ന് പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന കാർത്തിക് മണിക്കുട്ടനും തമ്മിൽ. പിന്നെ മുകേഷിനോട് ഒരുപാട് പേർക്ക് ഹെയ്റ്റ് ഉണ്ട്. അതിന് കാരണം മുകേഷ് കൂടുതലും വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് പെൺകുട്ടികളെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയ്റ്റ് കമന്റുകളാണ് മുകേഷിന്റെ വീഡിയോയുടെ താഴെ വന്ന് കാണാറുള്ളത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. എന്താണ് വാർത്തയിൽ എന്താണ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. ബ്ലോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി ഫോട്ടോ എടുത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് കേസ്. കുട്ടിയുടെ മാതാപിതാക്കൾ കോവളം പോലീസിൽ പരാതി നൽകി. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ ബ്ലോഗിങ്ങിനായി ഒരുപാട് ദൃശ്യങ്ങളും അതുപോലെ ചിത്രങ്ങളും ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു പതിവുണ്ട് മുകേഷിന്. ഇവിടെ ഈ പരാതിയിൽ എന്താണ് പറയുന്നത്? എന്താണ് ഈ പോക്സോ കേസിന് ആധാരമായ സംഭവം? സുജയ്, പ്രധാനമായും മുകേഷ് നായർക്കെതിരെയുള്ള ആരോപണം നിലവിൽ ഈ ഫെബ്രുവരിയിൽ വാലന്റൈൻ ഡേയുമായി ബന്ധപ്പെട്ട ഒരു റീൽ ഷൂട്ട് ഈ കോവളത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻ തിരുവനന്തപുരം തിരുമല സ്വദേശിയായിട്ടുള്ള ഒരു അൻസി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൌസ് ആണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പെൺകുട്ടികൾ ഈ റിസോർട്ടിൽ എത്തിയിരുന്നു. അതിലാണ് ഈ ഇപ്പോൾ പരാതിക്കാരിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഈ മുകേഷ് നായർ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അതിന്റെ ചിത്രങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് നിലവിൽ കോവളം പോലീസ് സ്റ്റേഷൻ നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇത് പ്രകാരം ഇപ്പോൾ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ് കോവളം പോലീസ്. അപ്പോൾ ഇതാണ് വിഷയം. ഈ പെൺകുട്ടിയെ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് അനാവശ്യമായിട്ട് സ്പർശിച്ചു അല്ലെങ്കിൽ ടച്ച് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരുപാട് പേർക്ക് നേരെ ഫേക്ക് അലിഗേഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ് അവൻ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ എന്നെ മോശമായിട്ട് നോക്കി, അല്ലെങ്കിൽ എന്നെ മോശമായിട്ട് ടച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കേസ് എടുക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അധ്യാപകൻ, അദ്ദേഹത്തിനെതിരെ ഒരു പോക്സോ കേസ് വന്നിട്ട് 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടി വന്ന് പറയുന്നത് ഇദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. അദ്ദേഹത്തോട് ആ കുട്ടി മാപ്പ് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നോട് നേരിട്ട് അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, പള്ളിയിൽ വരിക, പള്ളിയിൽ വന്നിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ആലോചിക്കണം, 7 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പെൺകുട്ടി ഇത് വെളിപ്പെടുത്തിയത്. ആ മനുഷ്യന്റെ 7 വർഷമാണ് അവിടെ നഷ്ടമായത്. ഇവിടെ ഇപ്പോൾ റീൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അത് എന്തായാലും ഒരു കൊളാബിന്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കും. ഈ റീൽ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്തൊന്നും ഈ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. റീൽ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ ഷെയർ ചെയ്തപ്പോഴും പ്രശ്നമില്ല. പിന്നെ എപ്പോഴാണ് ഇത് പ്രശ്നമായത്? ഈ ഷൂട്ടിന് കൊണ്ടുപോയത് ഈ കുട്ടിയുടെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ മുകേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയും അതുപോലെ ഈ ആൻസി എന്ന് പറഞ്ഞ ആ ലേഡിയും ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഈ പെൺകുട്ടി എന്താ പറയുന്നത്, ഈ പെൺകുട്ടി ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് ഓപ്ഷൻ ആയിട്ടില്ലേ, അതുപോലെ തന്നെ റീച്ച് ഉണ്ടാക്കി തരാം, ഫെയിം ഉണ്ടാക്കി തരാം, ഫോളോവേഴ്സിനെ കൂട്ടി തരാം, കാശ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ടാർഗറ്റ് ഈ കണ്ടതാണ് നമ്മുടെ ട്രിവിയൻ ഫുഡി കാർത്തിക് മണിക്കുട്ടൻ. കാർത്തിക്കിനെതിരെ മുകേഷിന്റെ കൂടെയുള്ള ആൾക്കാരുടെ ചേർന്നൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാർത്തിക്കും മുകേഷും തമ്മിലുള്ള ഒരു കോൾഡ് വാർ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി മിക്കവാറും ഇവരുടെ സ്റ്റോറീസ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ തന്നെയാണ്. കാർത്തിക്കിന് പറയാനുള്ള കാര്യങ്ങൾ കാർത്തിക്കിന്റെ സ്റ്റോറിയിലൂടെ പറയും, മുകേഷിന് പറയാനുള്ള കാര്യങ്ങൾ മുകേഷിന്റെ സ്റ്റോറിയിലൂടെ പറയും. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വന്ന സ്റ്റോറി എന്ന് പറയുന്നത്, മുകേഷിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ കേസ് ഒരു ഫേക്ക് കേസ് ആണ്, ഞാനിത് ബാക്കി കോടതിയിൽ കണ്ടുകൊള്ളാം. കാർത്തിക് പക്ഷേ ഈ പോക്സോ കേസിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാർത്തിക് സ്റ്റോറി ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഇവർ ഈ സ്റ്റോറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയും അതുപോലെ ആൻസിയും വന്നിട്ട് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കൂടിയൊക്കെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഞാൻ അതൊന്നും ഇവിടെ വെക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി എന്താണ് സംസാരിക്കുന്നത്, ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ഒരു ഇഷ്യൂൽ അഫക്റ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ മോർണിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ നോർമലി ഷൂട്ടിന് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം ടീം ഔറ പ്രൊഡക്ഷൻ്റെ CEO അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു പൂൾ സൈഡിലെ ഷൂട്ടാണ്, മുകേഷാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി 2 പേര് കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടുത്തെ പറയുകയും ചെയ്തു ഇറങ്ങിപ്പോകുന്ന ആർക്കും ഫോട്ടോസും പിക്കൊന്നും തരത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു ആ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ
മുകേഷ് ആണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് മുകേഷിനെ കണ്ടപ്പോൾ കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. അപ്പോൾ താല്പര്യമില്ലാത്തതാണല്ലോ ഇറങ്ങിപ്പോയത്. എന്തുകൊണ്ട് ഈ കുട്ടി അന്നേരം ഇറങ്ങിപ്പോയില്ല? ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല? എന്നെ ചിന്തിപ്പിച്ച ചോദ്യങ്ങൾ അതൊക്കെയാണ്. ഈ ഷൂട്ടിന് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല? പ്രത്യേകിച്ച് മുകേഷിന്റെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ ഇന്നർവെയർ മാത്രമാണ് അദ്ദേഹം ഇട്ടുകൊണ്ട് നിൽക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി ഇറങ്ങിപ്പോയില്ല? ഒന്നാമത്തെ എൻ്റെ സംശയമാണ്. ബാക്കി പിന്നെ ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ ആൾ ബെഡിൽ കിടക്കുവാണ്. അപ്പം ആളുടെ കാലിന്റെ മേളിൽ കിടക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് ഈ അലിഗേഷന് കാരണമായ വിഷയം. മുകേഷ് ബെഡിൽ കിടന്നിട്ട് ഇരിക്കാനോ കിടക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള അലിഗേഷൻ എന്ന് പറയുന്നത്. ഈ പോക്സോ വകുപ്പ് വരാനുള്ള കാരണം ഈ കുട്ടിക്ക് 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സായിട്ടേ ഉള്ളൂ എന്നതാണ് പോക്സോ ആയിട്ട് മാറിയത്. അപ്പൊ ഈ പോക്സോയ്ക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടണമെങ്കിൽ 3 മാസമോ അങ്ങനെയൊക്കെ കഴിയണമല്ലോ. പക്ഷേ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആളിപ്പോൾ പുറത്താണ്. ആൾ നാട്ടിൽ വന്നാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആളിപ്പോൾ ഗൾഫിനാണുള്ളത്. അപ്പോൾ എന്ന് ആൾ നാട്ടിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. ഇത്ര ഒരു കേസ് വന്ന സ്ഥിതിക്ക് എന്തായാലും ഉടനെ വരാൻ ചാൻസ് കുറവാണ് എന്നാണ് തോന്നുന്നത്. നോക്കാം ബാക്കി. ഈ ഒരു വ്ളോഗിംഗ് മേഖലയിൽ വന്നിട്ട് പലരും സഹായിക്കാൻ പോയിട്ട് അവസാനം പണി ഏറ്റുവാങ്ങുന്ന ഒരു ശൈലി എന്റെ ലൈഫിലുണ്ട്. ഇവിടെ അത് തുടരില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അവരോട് ഒരു കാര്യം ചോദിച്ചു. അവിടെ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മോളെ, മുകേഷ് നായർ ഇനി ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോളി കേസിൽ നിന്ന് പിന്മാറും. ഒരിക്കലും ഇല്ല ചേട്ടാ. ഇതിന്റെ പേരിൽ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലായാലും അല്ലാതെ തന്നെ എനിക്ക് ഇതിന്റെ പേരിൽ കുറെ പ്രശ്നം വന്നിട്ടുണ്ട് ഈ വീഡിയോന്റെ പേരിലും അല്ലാണ്ട്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്തു എന്നതിലുപരി ഈ 15 വയസ്സുള്ള അല്ലെങ്കിൽ 16 വയസ്സുള്ള ഈ പെൺകുട്ടീനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഈ പബ്ലിഷ് ചെയ്ത സമയത്താണ് ആക്ച്വലി പ്രശ്നം ഉണ്ടായത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകേഷിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ചെയ്യും. ഈ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ കൂടെ അഭിനയിക്കുന്ന പെൺകുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിക്കപ്പെട്ടപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതും ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ഈ പെൺകുട്ടിയുടെ അച്ഛൻ കണ്ടിട്ടാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. ഈ കേസ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് എന്തോ വയ്യാതെ വരികയും ഈ പെൺകുട്ടി മുകേഷിനോട് കാശ് ചോദിക്കുകയും അത് കൊടുക്കാതെ വരികയോ എന്തൊക്കെയോ സംഭവങ്ങൾ അതിനിടയ്ക്കൂടെ നടന്നിട്ടുണ്ട്. ഇതാണ് ഈ കേസിന് ആസ്പദമായ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഈ കുട്ടി ഈ ബാഡ് ടച്ച് ചെയ്തത് എന്താണ്, എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് അവൾ ഒരു ടൈമിൽ അവൾ ഇരുന്ന സ്ഥലത്ത് അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ ആ വീഡിയോയിൽ ക്ലിയർ കാണാമല്ലോ. ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തിയിട്ട് ഇയാള് അത്യാവശ്യം നല്ല ബേഡ് ടച്ച് ഉണ്ടായിരുന്നു ചേട്ടാ. ഒപ്പണായിട്ട് പറയാം, ബേഡ് ടച്ച് ചെയ്തു. ഇയാള് ഹിപ്പിലൊക്കെ കയറി പിടിക്കുകയായിരുന്നു ചേട്ടാ. ഇപ്പൊ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇതാണ്. അതിനകത്ത് എന്നെ മിസ്സിംഗ് ആണെന്നുള്ള ഈ സ്ക്രീൻഷോട്ട് അയാൾ അയച്ചു പറഞ്ഞു ചേട്ടാ ഇത് ഞാൻ. അപ്പോൾ ബാഡ് ടച്ച് ചെയ്തു എന്ന് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ട സെയിം വോയിസ് തന്നെയാണ് ഈ കേൾക്കുന്നത്. മുകേഷ് ഈ പുറത്തേക്ക് പിടിച്ചിരുത്തിയിട്ട് ബാഡ് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി മുകേഷിന്റെ വേർഷൻ വരാൻ പോകുന്നത് എന്തായിരിക്കും? ഞാൻ ആ കുട്ടിയെ നേരെ ഒന്ന് പിടിച്ചിരുത്തിയതാണ് എന്നായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ പ്രായം അവിടെയും പ്രശ്നമാണ്. ഈ കുട്ടിയുടെ ഏജ് വലിയൊരു പ്രശ്നമാണ് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ കേസിൽ മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇവർ വേറൊരു കഥ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി മിസ്സിംഗ് ആണ്, ഈ കുട്ടിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഈ പെൺകുട്ടി ഒരു വിവരണം കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. പിന്നെ ചേട്ടാ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് പ്രശ്നം, ഇത് ആൾക്കാർ വെറുതെ ഇടുന്നതാണ്, ഞാൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ സ്റ്റോറി ഇതിനകത്തുണ്ട്. ചേട്ടാ ഇതിന് വേണ്ടി ഞാൻ എന്തായാലും കേസ് എന്നെ അനുവാദം ഇല്ലാതെ എൻ്റെ വോയിസ് എടുത്ത് സ്റ്റോറി ഇടുകയും ആ തെറ്റാൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. മുൻപ് അതായത് ഈ ഷൂട്ട് ചെയ്ത ആ ഒരു സമയത്ത് ആരോ ഇവരെ വിളിച്ചറിയിച്ചു ഈ പെൺകുട്ടി മിസ്സിംഗ് ആണ്, അച്ഛൻ ഈ വിഷയം അറിഞ്ഞിട്ട് ആകെ സീനായി, അതുകൊണ്ട് ഈ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഈ പെൺകുട്ടിയെ വിളിച്ച് അന്വേഷിച്ചു. മോൾ എവിടെയാണ്, എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലാട്ടെ ഞാൻ വീട്ടിലുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്, ചേച്ചി വിളിച്ചപ്പോൾ ഫാൻസി ചേച്ചി വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ എഴുന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി സംസാരിക്കുന്നുണ്ട്. ആ വിഷയത്തെ ഇവർ ഈ ട്രിവിയൻ ഫുഡ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അന്ന് പറഞ്ഞ ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തെ ഇവർ സ്റ്റോറിയാക്കി മാറ്റി കാർത്തിക് പറഞ്ഞതിന് തെറ്റായിട്ട് വരുത്താൻ വേണ്ടി. അപ്പോൾ പല മാനിപ്പുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അവിടെ ചെന്നത് പോട്ടെ, ഞാൻ ഒരു തെറ്റും പറയുന്നില്ല. പക്ഷേ അവിടുത്തെ സാഹചര്യം മോശമാണെന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി പിന്മാറിപ്പോയില്ല? ഇനി ആ ഷൂട്ടിനുള്ള താല്പര്യം കൊണ്ട് അവിടെ നിന്നു എന്ന് തന്നെ വെക്കാം. പക്ഷേ എപ്പോഴാണ് അപ്പോൾ ഇത് പ്രശ്നമായത്? സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോയും റീലും വീഡിയോയും ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടതിന് ശേഷം കമൻറ്റുകൾ മോശമായിട്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് മാറിയത്, ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അച്ഛൻ്റെ പ്രഷർ ആയിരിക്കാം ഒരു പക്ഷേ ഈ കേസിന് പോകാനുള്ള കാരണവും. പാരൻസാണ് കേസ് കൊടുത്തേക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എന്തായി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു അറസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം, പോക്സോ കേസിന് മുൻകൂർ ജാമ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജാമ്യത്തിൽ ഇറങ്ങുക, അങ്ങനെ കുറേ വകുപ്പുകളാണല്ലോ ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകേഷ് വന്ന് തെളിയിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അവസ്ഥയാണിത്. ഒരു പെൺകുട്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. എനിവേ മുകേഷ് നാട്ടിൽ വരട്ടെ, പോലീസുമായിട്ട് ഡീൽ ചെയ്യട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.